ദർസുൻ ഖാസുൻ ഫീ ഫദ്ലി ദുആ. ദുആഇൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേക ക്ലാസ്സാണ് ആമുഖമായി ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ് ദുആ. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അമുസ്ലിങ്ങൾക്കും അറിയാവുന്ന ഒരു വാക്കാണ് ദുആ. ദുആ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ആ ദുആയുമായി ബന്ധപ്പെട്ട് ചില വ്യതിചലനങ്ങൾ, ശരിയായ പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. പലർക്കും ഇത് വിമർശനാത്മകമായൊരു വിഷയമാണ്, എങ്കിലും പറയാതിരിക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഇത് മുഖ്തസറുൻ മിൻ കിതാബി അദ്ദിക്ർ വദ്ദുആ മിൻ കിതാബി വസുന്ന, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ള ദിക്ർ ദുആകളുടെ ഒരു രത്നച്ചുരുക്കമായ ഒരു പുസ്തകമുണ്ട്. സഈദ് ഇബ്നു അലി ഇബ്നു വഹബ് അൽ ഖഹ്താനി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ രചനയാണ്. ഇന്ന് സമൂഹത്തിൽ ധാരാളം ദുആ കിതാബുകൾ നമുക്ക് കാണാം. മലയാളത്തിലുമുണ്ട്, അതുപോലെ അറബിയിലും ധാരാളം ദുആകളുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇതെല്ലാം കൂടെ സമ്മിശ്രമായിട്ടാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന ദുആകളും അല്ലാതെ ചില ആളുകൾ ചെയ്ത ദുആയും ഒക്കെ കൂടി ചേർത്ത് ഒരു സമ്മിശ്രമായിട്ടാണ്. ഏതാണ് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതി അങ്ങനെയുള്ള പുസ്തകങ്ങളുമുണ്ട്, ധാരാളം പുസ്തകങ്ങളുണ്ട്. അത് ആ ദുആയുടെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ആളുകൾക്കിടയിലുണ്ട്. അത് നമുക്ക് അതിൻ്റെ ആമുഖത്തിൽ ദുആയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതൊരു തുടർച്ചയായിട്ട് കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടാകും. ആദ്യം ആ ദുആയുടെ ശ്രേഷ്ഠതയാണ് എങ്കിൽ ആ ദുആയുടെ മര്യാദകൾ എന്താണ്, അല്ലെങ്കിൽ അതിന് ഉത്തരം കിട്ടുവാനുള്ള കാരണങ്ങൾ എന്താണ്, സന്ദർഭങ്ങളും സമയങ്ങളും ഒക്കെ ഏതാണ് ദുആയ്ക്ക് പറ്റിയത് എന്നൊക്കെ ഉള്ള തുടർച്ചയായി കുറച്ച് കാര്യങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് പറയുവാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രധാനപ്പെട്ട ദുആകൾ ഖുർആനിലും ഹദീസിലും. അത് പഠിക്കുന്നത് കൊണ്ട് രണ്ട് ഗുണമാണുള്ളത്. ഒന്ന്, ആളുകൾക്ക് എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ആശയം കിട്ടും. എല്ലാവർക്കും പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥന എന്താണ്, നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട പ്രാർത്ഥന, അത് ഖുർആനിൽ നിന്ന് ഹദീസിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം കിട്ടും, എന്ത് പ്രാർത്ഥിക്കണമെന്ന്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വശം പ്രാർത്ഥനയെ സംബന്ധിച്ചോളം. പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത് ആളുകൾക്ക് ആവശ്യം നേടുവാനുള്ള ഒരു വഴിയായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വഴിയാണ്, ശരി തന്നെയാണ്, ആ പ്രശ്നങ്ങൾക്കുള്ള വഴി തന്നെയാണ്. പക്ഷേ അതിന് കൊടുക്കേണ്ട മുൻഗണനാക്രമം തെറ്റിപ്പോകുന്നു. എന്താണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്? ഇഹലോക ജീവിതം മാത്രം, ഇവിടുത്തെ ജീവിതവും സൗകര്യങ്ങളും പ്രശ്നങ്ങളും മാത്രമാണോ? അതല്ല, പരലോകത്തിനാണോ മുൻതൂക്കം നൽകേണ്ടത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മൾ പടച്ചവനോട് ചോദിക്കേണ്ടത് എന്നറിയാം. ഞാൻ പറഞ്ഞ ഈ ഭൗതികമായ താല്പര്യം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് മനുഷ്യരുടെ പ്രാർത്ഥനകൾ തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, വിശദമായി പറയാൻ സമയമില്ല. ആ തെറ്റിപ്പോയി എന്ന് പറയുന്നത് എല്ലാവർക്കും ബറക്കത്തെടുക്കലാണ് ജോലി. തബറുക്ക് എന്ന് അറബിയിൽ പറയുന്ന ഒരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ബറക്കത്തെടുക്കുക, എല്ലാവർക്കും ബറക്കത്ത്. ഒരാളിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത് പോലും ബറക്കത്തെടുപ്പാണ്. മാത്രവുമല്ല, ഇസ്ലാമിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് തവസ്സുൽ എന്ന് പറയുന്നത്. ഒരു ഇടയാളിനെ, ഒരു മധ്യസ്ഥനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ മധ്യസ്ഥനത്തിന് വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്. ശറഇൽ അനുവദിക്കപ്പെട്ട തവസ്സുലുമുണ്ട്, അനുവദിക്കപ്പെടാത്ത തവസ്സുലുമുണ്ട്. അനുവദിക്കപ്പെട്ട തവസ്സുൽ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ട് ചോദിക്കുക. യാ റഹ്മാൻ, യാ അല്ലാഹ്, യാ അലീം, യാ ഹകീം എന്ന് തുടങ്ങി അള്ളാഹുവിന്റെ നാമങ്ങളും അസ്മാഉ വസിഫാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളും നാമവിശേഷണങ്ങളും കൊണ്ട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഉള്ളതാണ് ഒരാൾ ചെയ്ത സൽക്രമങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കാം. ഞാൻ ചെയ്ത അതിനു വേണ്ടി സൽക്രമം ചെയ്യലല്ല, അവിടെയും ഒരു ചെറിയൊരു വീഴ്ചയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമുക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരു നന്മ ചെയ്യുക, ഉടനെ തന്നെ ചോദിക്കുക. അതല്ല, നമ്മളൊരു നന്മ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതിന് ഉദാഹരണം നമ്മൾ സൂറത്ത് ആൽ ഇംറാനിന്റെ അവസാന ഭാഗം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി നമ്മൾ പഠിച്ചതാണ്. അതിൽ ഒരു ദുആയുണ്ട്, ഇന്നനാ സമഅനാ മുനാദിൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബിക്കും ഫാമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യാത്തിനാ വതവഫനാ മഅൽ അബ്റാർ. നല്ലൊരു ദുആയാണ്. റബ്ബന, ഞങ്ങളതാ ഇന്നനാ സമഅനാ മുനാദിയൻ, ഒരു വിളിയാളം വിളിക്കുന്ന ഒരാളിന്റെ
വിളി ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു. ഈമാനിലേക്ക്, ശരിയായ വിശ്വാസത്തിലേക്ക് വിളിച്ചൊരാളിന്റെ വിളി ഞങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ചിലപ്പോൾ തെറ്റിപ്പോ ആയത്തിൽ ഞാനിങ്ങനെ പറയുമ്പോൾ ആയത്തിന്റെ വാക്കൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമാണ്, ഞങ്ങൾ വിശ്വാസികളാണ് എന്നുള്ള ഒരു നേട്ടമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു പോയിന്റാണ്. ഞാൻ വിശ്വാസിയാണ്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. അതൊരു സൽക്രമമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ നമ്മൾ ചെയ്ത സൽക്രമങ്ങളെല്ലാം അതിന് വേണ്ടിയല്ല നമ്മൾ വിശ്വസിച്ചത്, ദുആ ചെയ്യാൻ വേണ്ടിയല്ല ആയത്. നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക. എന്തായാലും ദുആയിൽ കടന്നു വന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത്, അമലു സ്വാലിഹാത്ത് കൊണ്ട് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അത് ഞാൻ ഹദീസുകളും തെളിവുകളൊന്നും ഉദ്ധരിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറയാം, തിരുത്തേണ്ട ഒരു കാര്യം. ആളുകൾ ഇപ്പോൾ ചെയ്യാറുള്ളൊരു രീതി, 100 രൂപ പള്ളിക്ക് സംഭാവന കൊടുത്തു, ഇതിനാണ് ദുആ ചെയ്യാൻ വേണ്ടി. ആ ഒരു ഏർപ്പാട് ഇസ്ലാമില്ല. നിങ്ങൾക്ക് 100 രൂപ പള്ളിക്ക് കൊടുക്കുകയോ ഒരു മദ്രസയ്ക്ക് കൊടുക്കുകയോ യത്തീംഖാനയ്ക്ക് കൊടുക്കുകയോ ചെയ്യുക. പക്ഷേ അതപ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണം. ഒരു പൊതുസ്ഥാപനത്തിന് ഞാൻ കൊടുത്ത ഈ സദക്ക എനിക്ക് കൂലി കിട്ടണമെന്ന ഉദ്ദേശമായിരിക്കണം, അല്ലാതെ ദ്വാ ചെയ്യിക്കാൻ വേണ്ടിയല്ല. അതിനോട് കൊടുക്കുമ്പോൾ തന്നെ ഒരു ദ്വാ ഉണ്ട്. അവിടെ ഏതെങ്കിലും ഒരു മൗലവിയോ അതിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ദ്വാ ചെയ്യാനല്ല നമ്മൾ കൊടുക്കുന്നത്. അള്ളാഹുവിനറിയാം എന്തിനു വേണ്ടിയാണ് അവൻ ഈ സദക്ക ചെയ്തത്, അതിൻ്റെ പ്രതിഫലം ഉറപ്പിക്കുക. മറ്റൊരു സന്ദർഭത്തിൽ നമുക്കൊരു ജീവിതത്തിൽ സ്വകാര്യമായൊരു ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് സ്വകാര്യമായി ദ്വാ ചെയ്യുമ്പോൾ പറയാം, പടച്ചവനെ, പണ്ട് ഞാൻ പള്ളിക്കും യത്തീംഖാനയ്ക്കും ഒക്കെ സംഭാവനയൊക്കെ കൊടുത്തിട്ടുണ്ട്, അള്ളാഹുവേ എന്നെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ലഘൂകരിച്ച് തരണമേ. ഇതാണ് ഗുഹാവാസികളായ ആളുകളുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഗുഹയിൽപ്പെട്ട 3 ആളുകൾ അവർ ദ്വാ ചെയ്ത് ഓരോരുത്തരും ചെയ്ത നന്മ എടുത്തു ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ആ കുറേശ്ശെ പാറ മാറി അവരെ രക്ഷപ്പെടുത്തിയ നാളുകൾ. അപ്പൊ അവരന്ന് ആ ചെയ്തപ്പോൾ ഇത് ഗുഹയിൽപ്പെടുമ്പോൾ രക്ഷപ്പെടാനുള്ള മന്ത്രമായിട്ട് എല്ലാവരും കണക്കാക്കിയിരുന്നത്. അവരത് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് അവർ ചെയ്ത അത് പിന്നീട് ദുആയ്ക്ക് ഉപകരിക്കും. അതുപോലെ നമ്മുടെ സൽക്രമങ്ങളെ നമുക്ക് സൽക്രമങ്ങളായിട്ട് ചെയ്യുക. അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും പ്രതിഫലവും കിട്ടണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് കിട്ടിയാൽ അതാണ് ഇതിനേക്കാളെല്ലാം തെറ്റ്. പക്ഷേ മനുഷ്യനാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, പ്രശ്ന സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യുമ്പോൾ, പടച്ചവനെ ഞാൻ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്, അത് നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്, അള്ളാഹു ഇപ്പോൾ ഞാനൊരു വിഷമത്തിലാണ്, അധികത്തിൽ. അതാണ് ഒരു മാർഗമായിട്ടുള്ളത്. മറ്റൊന്ന്, ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല, ദുആ ഇരപ്പിക്കുക എന്നാണ് വാക്ക്. ദുആ ഇരപ്പിക്കാം. ഒരു ദുആ, ഏത് കാര്യം വന്നാലും ദുആ ഇരപ്പിപ്പുണ്ട്. നല്ലതല്ലെന്ന് വെച്ചാൽ നല്ലതാണെന്ന് പറയും. പക്ഷെ അതിലുള്ള ദോഷം പറയാം. ശർഇൽ അനുവദിക്കപ്പെട്ട തവസ്സുൽ എന്ന് പറയുന്നത് സ്വാലിഹായ ഒരു മനുഷ്യനോട് ദുആ ചെയ്യാൻ പറയണം. നിങ്ങളോട് ഞാൻ ദുആ ചെയ്യാൻ പറയും, നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് പറയാം, സാറ് ദുആ ചെയ്യുമ്പോൾ ഞങ്ങളെയും പരിഗണിക്കണേ. ഈ ഒരു ദുആ കൊണ്ട് പറയുന്നതാണ് വാസ്തവത്തിലുള്ള തലബു ദുആ ലിഗൈരിഹി, മറ്റുള്ള ആളുകളോട് ദുആ ആവശ്യപ്പെടുക. ഇതാണ് കാര്യം. അല്ലാതെ എല്ലാ സന്ദർഭങ്ങളിലും ഇങ്ങനെ ഒരാളിനെ ഇരുത്തി നമ്മളെല്ലാവരും ആമീൻ പറയുന്ന രീതി ഇസ്ലാമിൽ ഇല്ല എന്നാണ്. ചെയ്താൽ തെറ്റാണെന്ന് വെച്ചാൽ തെറ്റാണെന്ന്, പക്ഷേ അതിൻ്റെ ഇന്നത്തെ പ്രായോഗിക രീതി തെറ്റായി മാറിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് അതിൽ വന്നത്. ഒന്ന്, ഈ ദുആ ചെയ്യുന്ന ആളിൻ്റെ ഗുണം കൊണ്ടാണ് നമുക്ക് ആ ദുആയ്ക്ക് കിട്ടുന്നത്. സാറല്ലേ ദുആ ചെയ്യണത്, സാറ് ദുആ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ ബറക്കത്ത് കിട്ടിയത് തന്നെ തങ്ങളാണ്, അല്ലെങ്കിൽ ഒരു മൗലവിയാണ്, എന്നെക്കാൾ പുറകെ പോട്ട് ഞാനൊരു സാറെന്നുള്ള വീട്ടിലോ അതിനേക്കാൾ കൂടിയ ഒരു തങ്ങളോ അതല്ലെങ്കിൽ തിരുകൂടി. ഇസ്ലാമിലേക്ക് പൗരോഹിത്യം വന്നത് ഇങ്ങനെയാണ്. ഇനി ഏത് കാര്യത്തിനും, ഒരു വിവാഹത്തിന് പയ്യനിറങ്ങണമെങ്കിൽ മുസ്ലിയാർ വരണം പള്ളിയിൽ. ആർക്കും അവിടെ ഒരു ബോധവും ഇല്ല. മയ്യത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. മയ്യത്ത് കൊണ്ടുപോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോയാൽ മതി, പണ്ടി പോയി നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കാം. വീട്ടിൽ നിസ്കരിക്കുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അനുവദിക്കില്ല. അതും ഇപ്പം അങ്ങനെയാണ്. സ്ത്രീകൾക്ക് നിസ്കാരമില്ല എന്ന് പറഞ്ഞില്ല. സ്ത്രീകൾക്ക് നമസ്കാരമുണ്ട്, സ്ത്രീകൾക്കും നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ അതിന് അനുവദിക്കാത്ത നിലയിലാണ് മൗലവി വന്ന് ഓതലും ദ്വായും അറബിലും മലയാളത്തിലും ഒക്കെ ദ്വായുമായിട്ടൊക്കെ പോകുന്നു. ഈ ചടങ്ങ്, ഞാൻ ഈ പറയുന്ന ചടങ്ങ്, ഈ വാക്കെന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് വിമർശനം വരുമെന്ന് എനിക്കറിയാം. ഒന്നാമത് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ചടങ്ങ് ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ കുറച്ച് ആളുകളെല്ലാം കൂടെ ഇരുന്ന് ദുആ ചെയ്യുക, അതെന്തോ ബറക്കത്താണ് എന്നാണ് ഇത്. ഒന്ന് ദുആ ചെയ്യുന്ന ആളിന്റെ ബറക്കത്ത്, മറ്റൊന്ന് ഇത്രയും ആളുകൾ ഇരുന്ന് ആമീൻ പറയുന്നു. അങ്ങനെ ഒരു ദുആ നമ്മൾ സഹാബത്തിന്റെ സാന്ദർഭികമായി പ്രവാചകനും സഹാബത്തുമൊക്കെ ദുആ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉത്ബോധനത്തിന്റെ ഭാഗമാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി എൻ്റെ ആദ്യത്തിലും അവസാനത്തിലും ഇടയ്ക്കുമൊക്കെ ഞാൻ ദുആ ചെയ്യും, പടച്ചോനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ, ഞങ്ങൾ ഇത് സ്വീകരിക്കണേ എന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, ഉത്ബോധനത്തിന്റെ ഭാഗമാണ്.
സന്ദർഭമാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം, ഉത്ബോധനമാണത്. നമുക്ക് ദുആ വേണം, അള്ളാഹുവിൻ്റെ സഹായം വേണം എന്ന് ഉള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. ഖുതുബയിൽ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി ദുആ ചെയ്യണമെന്നുള്ളത് അതിൻ്റെ റുക്നാണ്. ഖുതുബ ശരിയാകണമെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് ലോക മുസ്ലിം ആരെങ്കിലും ഒരാളിൻ്റെ കാര്യം പറയാനല്ല, പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. രോഗികൾക്ക് രോഗശമനം നൽകണേ, പശ്ചിമേഷ്യയിലെ പ്രശ്നത്തിന് ലഘൂകരണം ഉണ്ടാക്കണേ, അള്ളാഹു എന്നെല്ലാം പൊതു കാര്യം പറയാമെന്നല്ലാതെ ആരുടെയെങ്കിലും കാര്യത്തിന് വേണ്ടിയല്ല. ഞാൻ ഈ പറഞ്ഞത്, ഈ പ്രാർത്ഥനയിൽ വന്ന ഈ ഒരു കാര്യം എപ്പോഴും പ്രാർത്ഥനയ്ക്ക് ചടങ്ങാണ്. അപ്പം അതിന് ആളുകൾ ആമീൻ പറയുക എന്നുള്ളതാണ്. ആമീൻ പറയുന്നത് തെറ്റാണെന്നല്ലേ പറയുന്നത്. പക്ഷേ ആ ഒരു ചടങ്ങ് വന്നപ്പോൾ ആളുകൾക്ക് ദുആ ചെയ്യാൻ അറിഞ്ഞുകൂടാ. എന്തിനേറെ രണ്ടുപേര് ഇമാമത്ത് നിസ്കരിക്കാൻ, പള്ളിയിൽ നിസ്കരിച്ച് അവിടുത്തെ ജമാഅത്ത് കഴിഞ്ഞ് നിസ്കരിക്കാൻ പേടിയാണ്. എനിക്കും പേടിയാണ്. കാരണം സലാം വീട്ടിൽ കഴിഞ്ഞാൽ എന്തെങ്കിലും ദുആ ചെയ്യണ്ടേ കൈയെടുത്ത്? അത് അറിഞ്ഞുകൂടാ എങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ എന്നൊക്കെ പറഞ്ഞ് ചിലർ വലിയ വിപ്രാളമാണ്. അത് എന്ത് പറയണമെന്നുള്ളതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കും. ദുആ ചെയ്യാൻ അറിഞ്ഞുകൂടാ എന്നുള്ളത്. അവിടെ ദുആ ഓരോരുത്തരും നിസ്കരിക്കുന്ന ഓരോരുത്തരും അല്ലാഹുവിനോട് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ദുആയ്ക്ക് ഇജാബത്തുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് ആ തരത്തിൽ ദുആ ചെയ്യണം. ഇനി ആ തബറുക്കാണ് ഏറ്റവും വലിയ വിഷയമായി. തബറുക്ക് കൊണ്ടാണ് തവസ്സുലിൽ ശർഈ അല്ലാത്തൊരു മാർഗം വന്നു. ആളുകളെ കൊണ്ട് ഇടതേട്ടം. ബിഹഖിൻ നബി, നബിയെ തന്നെയാണ്. ബിഹഖി മുഹമ്മദൻ, ബിജാഹിൻ നബി, ബിബറക്കത്തിൻ നബി എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കാത്ത തവസ്സുലാണ്. ഇന്ന് നടക്കുന്ന മുഴുവൻ ദുആയും ബിൽ ഖുർആനിൽ അലീം, ഖുർആൻ ഓതുന്നത് പുണ്യകർമ്മമാണ്. അത് ഉടനെ നമ്മൾ ഓതിയത് ദുആ ചെയ്യാൻ വേണ്ടിയല്ല. ദുആയുടെ നമ്മൾ വരുന്നുണ്ട്, വിഷയം വിശദമായി ക്ലാസ് വരുന്നുണ്ട്. ദുആയുടെ മര്യാദകളിൽപ്പെട്ടത് ഹംദും സലാത്തും കൊണ്ട് തുടങ്ങാനാണ്, ഖുർആൻ കൊണ്ട് തുടങ്ങാനല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഏത് കിതാബ് പരിശോധിക്കാം. നാട്ടിലെ നടപ്പും അതുമായി വ്യത്യാസമുണ്ട് എന്ന് പറയാനാണ്. ഹംദും സലാത്തും കൊണ്ട് തുടങ്ങിയിട്ട് അവസാനം സലാത്തും ഹംദിലും അവസാനിക്കണം. ഇതാണ് ദുആയുടെ ഒരു ക്രമം. അതിന് വിശദമായിട്ട് പിന്നീട് പറയാം. അല്ലാതെ ഖുർആൻ കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല. അത് പിൽക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത ഒരു രീതിയാണ്. അത് ഫാത്തിഹ ഓതിയിട്ട് അതിൻ്റെ കൂലി ചോദിച്ചാലും വേണ്ടൂല, മനസ്സിലാക്കാം. അത് മരിച്ച ആളുകൾക്ക് നബി മുതൽ മഗാരിബിഹ വരെയുള്ള ഔലിയാക്കന്മാർക്ക് എത്തിച്ചു കൊടുക്കണേ എന്നാണ് പ്രാർത്ഥനയ്ക്ക് ആദ്യം അതാണ്. അത് കാരണമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബറക്കത്ത് കിട്ടും എന്നാണ് സമൂഹം പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രീതിക്ക് കുറച്ച് വഴിവിട്ട രീതിയുണ്ട്. ഇത് പണ്ഡിതന്മാർ പറയുന്നത് ഈ തബറുക്കിൻ്റെ രീതി മനുഷ്യനെ പിന്നീട് ശിർക്കിലേക്ക് എത്തിക്കുമാണ്. ആദ്യം ബിദ്അത്തായിട്ട് ചെയ്യും, പ്രവാചകൻ ചെയ്യാത്ത രൂപത്തിൽ പ്രാർത്ഥനകൾ നടത്തിയിട്ട് പിന്നീട് ശിർക്കിലേക്ക് എത്തും. അതിന് ഉദാഹരണമാണ് ഖബർ സിയാറത്ത്. നല്ലൊരു കാര്യമാണ്, ഇസ്ലാമിലെ പുണ്യകർമ്മമാണ്. ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി പിന്നെ അതിൽ നിന്ന് ബറക്കത്തെടുപ്പ് തുടങ്ങി. അതിൻ്റെ വിധി, അതിൻ്റെ വാതില്, അവിടെ നിന്ന് പൂവ്, അവിടെ നിന്നുള്ള നിവേദ്യം, ഇതൊക്കെ വാങ്ങിച്ചിട്ട് ശിർക്കിലേക്ക് പോയി. ഞാൻ ഈ പറയുന്ന മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോട്ടെ, അത് ഇല്ലയെന്ന് പറയാം. ഞങ്ങൾ അവിടെ പോയിട്ട് ഒന്നും ആരെയും വിളിക്കുന്നില്ല ഖബർ സിയാർത്ത്. എങ്കിൽ പോലും അവിടെ ഒരു തബറുക്കുണ്ട്. ഉദ്ദേശ കാര്യത്തിന് വേണ്ടിയാണ് ഖബർ സിയാർത്ത്. എന്തെങ്കിലും ഒരു കാര്യം നടക്കാനാണ്. അപ്പോൾ അനുവദനീയമായ മാർഗത്തിൽ തന്നെ ക്രമേണ അത് ശിർക്കിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇവിടെയും അത് നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബറക്കത്ത് കൊണ്ട് ചോദിക്കാൻ നമ്മൾക്കാർക്കും അവകാശമില്ല. നബിക്ക് ബറക്കത്തുണ്ട്, അള്ളാഹു കൊടുത്ത ബറക്കത്താണ്. ആ ബറക്കത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്ത പോലെ നബിക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. നബിക്ക് ബറക്കത്തുണ്ട്, ഇല്ല എന്ന് നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. ബറക്കത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ബറക്കത്ത് കൊണ്ട് നമ്മൾ ചോദിക്കല്ലോ. അങ്ങനെ ഒരു ദുആയും സഹീഹായ ഏതെങ്കിലും ഒരു ദുആ, ഖുർആനിലെ ദുആ നോക്കുക. നബിയോ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളും മുഅ്മിനീങ്ങളും പ്രാർത്ഥിച്ച ഒരുപാട് ദുആകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. നമ്മൾ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അത് കാണുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് പോലും പൂർവികരായ ഇബ്രാഹിം നബിയെ കൊണ്ട് മുഹമ്മദ് നബി പ്രാർത്ഥിച്ചിട്ടില്ല. അതല്ലെങ്കിൽ യൂസുഫ് നബിയെ കൊണ്ട് വേറെ ആരെയും പിൽക്കാലത്ത് ആളുകൾ പ്രാർത്ഥിച്ചില്ല. ഈസാ നബിയെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അവരെല്ലാം മോശക്കാരല്ല. അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത മഹാന്മാരായ പ്രവാചകന്മാരാണ്. അവരെ ആരെയും കൊണ്ടല്ല പിൽക്കാലത്ത് വന്ന ആളുകൾ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ നേർക്ക് നേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ വിഷയത്തിൽ. ഞാൻ കൂടുതൽ ഇതൊക്കെ പറയുന്നില്ല. ഹക്ക് ജാഹ്, ജാഹ് എന്ന് പറഞ്ഞാൽ കീർത്തി, പ്രശസ്തി. പ്രവാചകന് വലിയ പ്രശസ്തിയുണ്ട്, പെരുമയുണ്ട്. റഫഅനാ ലക ദിക്റക, നിന്റെ ആ പേര് അള്ളാഹു ഉയർത്തി എന്നാണ്.
അള്ളാഹു ആ നബിക്ക് കൊടുത്തൊരു വലിയ പദവിയാണ്. അള്ളാഹു ആ കീർത്തി ഇന്നും ആ എല്ലാ ആളുകളും വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ ആ പ്രവാചകന്റെ കീർത്തി എത്തുക. ആ കീർത്തിയുള്ള പ്രവാചകന്റെ കീർത്തി കൊണ്ട് നമ്മൾ ചോദിച്ചാൽ നമ്മളെ കാര്യം നടക്കുമെന്നാണ് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കും. കാര്യം നടക്കാനുള്ള വഴിയായി കണ്ടതുകൊണ്ടാണ് ഈ തബറക്ക് വന്നത്. അതുകൊണ്ടുള്ള ദോഷം ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ടുള്ള ദോഷം ഒന്ന് പൗരോഹിത്യമായി ദുആ ചെയ്യാൻ ഒരാൾ വേണം. അതാണ് പൗരോഹിത്യം. മറ്റ് മതങ്ങളിൽ എങ്ങനെയാണോ പൂജാരിയും കർമ്മിണിയും ഒക്കെ ഉള്ളതുപോലെ ഒരു മുസ്ലിയാരുണ്ടെങ്കിൽ എല്ലാ സത്യവിശ്വാസികൾക്കും അവരവർക്ക് ദുആ ചെയ്യണം. അത് അറബി അറിയാമെങ്കിൽ അറബി, അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാത്ത രീതിയിൽ ഖുർആൻ ഹദീസിലെയും ദുആകൾ പഠിച്ചാൽ വളരെ ശ്രേഷ്ഠമാണ്. അതല്ലെങ്കിൽ തന്നെയും അവൻ്റെ മനസ്സ് അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കുവാൻ ഭാഷ അവിടെ ഒരു പ്രശ്നമില്ല. ഹജ്ജിന്റെ യാത്രയിൽ ഞാൻ അതാണ് പറയാറുള്ളത്, ക്ലാസ്സിലൊക്കെ പറഞ്ഞത്. അറഫയിലും ഇതുപോലെ ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളിലും തവാഫ് ചെയ്യുമ്പോഴും ഒക്കെ ഒന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് മിണ്ടാതെ നിൽക്കരുത്. നിങ്ങളുടെ മനസ്സ് തുറന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അത് പരലോകവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഈ ജീവിതത്തിന്റെ ലക്ഷ്യമായ പരലോകം രക്ഷപ്പെടാൻ. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് ഈ ദുആ ഇരപ്പിക്കലൂടെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് ആത്മീയ ചൂഷണമാണ്. ദുആ മജ്ലിസിലൂടെ ആളുകൾ പൈസ പിരിക്കുകയാണ്. മാത്രമല്ല ഒറ്റയ്ക്ക് ദുആ ചെയ്താലും ഒരു ചെറിയ കൈമടക്കമുണ്ട്. കൈമടക്കെന്നാണ് പേര്, പണ്ടേ വന്ന് സംഭാവനയാണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എങ്കിലും ദുആ ചെയ്തതിൻ്റെ പേരിൽ കൂലി പറ്റുന്നത് ഇതുമാതിരി ഒരു മോശമായൊരു ഏർപ്പാടില്ല. ഞാനൊരു ക്ലാസ് എടുത്താൽ വീണ്ടും വേണമെങ്കിൽ TAD എങ്കിലും എനിക്ക് വാങ്ങിക്കാം, കൂലിയില്ലെങ്കിൽ. ഞാൻ ഉദ്ബോധനത്തിന് ഒരു പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് ഇന്ന അജ്രിയ ഇല്ലാ അലല്ലാഹ്, എൻ്റെ കൂലി അള്ളാഹുവിലാണ്. ഞാൻ നിങ്ങൾക്ക് പ്രബോധനം നടത്തിയെങ്കിൽ അതിന് നിങ്ങളെ കൂലിയല്ല, വേണമെങ്കിൽ ഒരു സൗകര്യത്തിന് വേണ്ടി ചെറിയ TAD നിങ്ങൾക്ക് അതുവരെ പോകാനുള്ള വണ്ടിക്കൂലി എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു തൊഴിലായി കണ്ണുടക്കുകയാണ് ഈ മൗലിക. കാരണം ഇപ്പോൾ ദർസുകളും അറബി കോളേജുകൾക്ക് ഒരുപാട് വന്ന ആളുകൾക്ക് തൊഴിലില്ലാത്ത പ്രശ്നമുണ്ടെന്നാണ്. എല്ലാ ചെറിയ ചെറിയ പള്ളികളിലുമൊക്കെ ഇമാമായിട്ട് ജീവിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ജീവിക്കണ്ടേ? അപ്പോൾ അവർക്ക് ജീവിക്കുവാൻ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകളെ വീടുകളെല്ലാം പോയി ഓടി ദുആ ചെയ്ത് അതിൽ നിന്ന് വല്ല കിട്ടും. അല്ലാതെ അവർക്ക് കച്ചവടം ചെയ്യാം. സഹാബത്ത് അങ്ങനെയായിരുന്നു. വലിയ മഹാന്മാരായ സഹാബത്ത് കച്ചവടവും കൃഷിയും ഒക്കെ ചെയ്ത് ജീവിച്ചവരാണ്. ആട്ടിനെ വളർത്തിയവരായിരുന്നു മുഴുവൻ പ്രവാചകന്മാരും, മിക്കവാറും പ്രവാചകന്മാർ കച്ചവടം ചെയ്ത്. അവർ തൊഴിലില്ല, ഞാൻ വലിയ പ്രവാചകനാണ്, നേതാവാണ് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കില്ല. അവർക്ക് പറ്റുന്ന തൊഴിലുകൾ. അപ്പോൾ അതുപോലെ ഈ ഇമാമു വേഷം എന്ന് പറയുന്ന ആൾ, അപ്പം ഞാനിപ്പോൾ എനിക്ക് സാറായി ജോലി കിട്ടി, എനിക്ക് വേറൊരു ജോലി വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ പഠിച്ച ആളാണ്, തീർച്ച ദ്വായുമായിട്ടൊക്കെ നടന്നാൽ ആളുകൾ പൈസ തരും എന്നുള്ളൊരു രീതി ആത്മീയ ചൂഷണം അതിൽ നിന്ന് വലിയ സദസ്സുകളായി മാറിയിരിക്കുന്നു. മജ്ലിസ് ദുആഇ വ തൗബ, പശ്ചാത്താപത്തിനും ദുആയ്ക്കും ഒരു മജ്ലിസും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കാരണം തൗബ എന്നുള്ളത് സ്വകാര്യമായ കാര്യമാണ്. അള്ളാഹുവിനോട് എൻ്റെ പാപങ്ങൾ ഏറ്റു പറയുവാൻ ഞാനിത് സദസ്സിൽ പോയിരുന്നാൽ കഴിയില്ല. ഒരുപക്ഷെ അവിടെ ദുആ ചെയ്യുന്ന ആളിൻ്റെ മിടുക്ക് കൊണ്ട് എന്നെ കരയിപ്പിച്ചെന്നിരിക്കാം. പക്ഷെ അതല്ല വേണ്ട, സ്വന്തമായി ഞാൻ ഓർത്ത് കരയണം. അവിടെ സംസാരം കൊണ്ട് ദുആയ്ക്ക് വന്ന മറ്റൊരു ഈ ചടങ്ങുകൾ വന്നപ്പോൾ കൃത്രിമമായ പ്രാസവും ശൈലിയും ദുആയ്ക്ക് പറ്റിയതല്ല. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലിയ നീട്ടും വിളിയൊക്കെ എന്തോ ഒരു ദുആ ആയിരുന്നെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഭയങ്കര ദുആയായിരുന്നു. അങ്ങനെ കൃത്രിമമായ ശൈലിയോ ശബ്ദമുയർത്തലോ ദുആയ്ക്ക് പാടില്ല എന്ന്. പക്ഷെ ഇന്ന് നടക്കുന്നതെല്ലാം അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ദുആയുടെ കാര്യത്തിൽ ചില വ്യതിചലനങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ ദുആ ഇരപ്പിക്കലോ അതിൻ്റെ മജ്ലിസുകളോ അല്ല ആവശ്യം. ഓരോരുത്തരും മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ പറയണം. ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമെന്ന് നമുക്കറിയില്ല. ഞാനോ മറ്റൊരാളോ നമ്മൾ കണ്ടുന്ന വേഷവിധാനങ്ങൾ കൊണ്ടോ അവരുടെ സംസാരം കൊണ്ടോ അവരെല്ലാം അള്ളാഹുവുമായി അടുത്ത ആളുകളാണെന്ന് ധരിക്കാറുണ്ട്. സൂഫിസമാണ് ഇതിന് ഒരു വളം വെച്ചൊരു കാര്യം. സൂഫിസം എന്ന് പറയുന്ന ഒരു ചിന്താധാര ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിലുള്ളതല്ല. സന്യാസ ജീവിതം എന്ന് അള്ളാഹുവുമായി അടുത്ത ആളുകളാണ്, അവർ പറഞ്ഞാൽ പിന്നൊന്നും തട്ടൂല. അതുകൊണ്ട് നമുക്ക് കേൾക്കാം. വലിയ സൂഫികളായിരുന്നു അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ. അവരെല്ലാം കരച്ചിൽ കണ്ടാലേ അറിയാം എന്താണ് സ്വർഗം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്ത ആളുകൾ പോലും അവിടെ എന്താകും, പരലോകത്ത് എന്താകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിഷമിച്ചത്. പ്രവാചകന്മാർ എങ്ങനെയായിരുന്നു? അവർക്കും അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കാണ് സാമീപ്യം, അടുപ്പമെന്ന്. ഈ വസീലത്തെ തവസ്സുൽ എന്ന് പറഞ്ഞാൽ അടിപ്പം തേടുക. വബ്തഗൂ ഇലൈഹിൽ വസീല ആയത്ത് വായിക്കുന്ന സമയം വബ്തഗൂ ഇലൈഹിൽ വസീല ആയത്ത് ഓതിയിട്ടാണ് തവസ്സുലിനായി അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീലത്ത് തേടണം. ആ വസീല എന്ന് പറയുന്ന മഹാന്മാരാണെന്നാണ് ഇവർ പഠിക്കുന്നത്. മഹാന്മാരല്ല. എല്ലാ തഫ്സീറുകളിലും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവുമായിട്ടുള്ള തഖർറുബാണ്, അള്ളാഹുവുമായിട്ടുള്ള അടുപ്പമാണ് ഈ വസീല എന്ന് പറയുന്നത്. അപ്പം അള്ളാഹുവിലേക്ക് നല്ല കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾ അടുക്കുക. അത് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ കാരണമായി തീരുമെന്നല്ലാതെ അതൊരു ബലമാണ്.
അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു ഈമാൻ പോലും പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആള്, സാധുക്കളെ സഹായിക്കുന്ന ആ സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഒരു ബലം, മനസ്സിനൊരു ബലം കിട്ടും എന്നുള്ളതാണ് പച്ചയായി പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസിന്റെ ഉദ്ദേശം, ദുആയുടെ ശ്രേഷ്ഠത എല്ലാവർക്കും അറിയാം, എങ്കിലും അതിന് ചില പ്രമാണങ്ങൾ വെറുതെ പറഞ്ഞാൽ പോരല്ലോ, പ്രമാണം വെച്ച് സംസാരിക്കണം. ഖുർആൻ എന്ത് പറഞ്ഞു, ഹദീസ് എന്ത് പറഞ്ഞു എന്ന് പ്രമാണം വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ തുടർന്ന്, നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്ന് ഒരുപാട് മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. ഹജ്ജ് ക്ലാസ്സിൽ നമ്മൾ ഖുർആനിലെ പ്രാർത്ഥനകൾ കൊടുത്തു, അല്ലാതെയും ഒക്കെ ഉണ്ട്. ഖുർആനും ഹദീസിലും വന്ന ദുആകൾ നമ്മളൊന്ന് ഇവിടെ ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ പശ്ചാത്തലം, അത് എവിടെ ആര് എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളത് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ദുആ ചെയ്യാൻ ഒരു ആശയം കിട്ടും. ആശയ ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്ത് ദുആ ചെയ്യണമെന്ന് ഞാൻ ഹജ്ജ് ക്ലാസ്സിലും പറഞ്ഞതാണ്. അറഫയിലും മിനിയിലും ഒക്കെ ആളുകൾ എനിക്ക് ദുആ ചെയ്യാൻ അറിഞ്ഞൂടാല്ലോ ഉസ്താദേ എന്ന് പറഞ്ഞു ഓരോരുത്തരുടെ കൂടുകയാണ്. എനിക്കൊന്ന് ദുആ ചെയ്ത് തരികയെന്ന് പറഞ്ഞു. അറിഞ്ഞൂടാം. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സ്, എല്ലാവരുടെയും മനസ്സൊരു പോലെയാണ്. എല്ലാവർക്കും പടച്ചവന് മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അവരുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയാനുണ്ട്. പാപം പൊറിപ്പിക്കലാണ് മുഖ്യമായ കാര്യം. അപ്പോൾ ഞാൻ ഈ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അപ്പോൾ എനിക്ക് അള്ളാഹു അനുഗ്രഹിച്ച് അറബി ഭാഷ പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ, കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. മനസ്സിലായില്ലേ? സാമാന്യം ഭേദപ്പെട്ട ജോലിയും പെൻഷനും ഒക്കെ കിട്ടി അള്ളാഹു എല്ലാം അനുഗ്രഹിച്ചു. പക്ഷേ പരലോകത്തിന് വേണ്ടി ഇങ്ങനെ ഒന്നെങ്കിലും ഒരു ക്ലാസ് നടത്താനാ, ഒന്ന് പറയാനാ പറ്റുന്ന ഒരു ചെറിയ വിവരം വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നു. എന്നാൽ ഖുർആനിലെയും ഹദീസിലെയും ദുആകൾ പഠിച്ചാൽ നമ്മുടെ മനസ്സ് കുറച്ചുകൂടി വിശാലമാകും. ദുആ ചെയ്യാൻ വേണ്ടി ഇപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യങ്ങളാണ്. മുട്ടുവേദന മാറണം, തലവേദന മാറണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മളെ ദുആ. അതിനൊക്കെ മരുന്ന് വാങ്ങിക്കുകയും ദുആ ചെയ്യാം. ദുആ ചെയ്തുകൊള്ളുന്നില്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം ചോദിക്കാം. അള്ളാഹു ആണ് ഇതെല്ലാം നൽകിയത്. മനസ്സിലായി? പക്ഷെ നമുക്ക് അവിടെയൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ ദുആ എന്ന് പറയുന്നത്. അപകടങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുക, നേട്ടങ്ങൾ കുറച്ച് ഒരു 50,000 രൂപ നമുക്ക് നാളെ കിട്ടണേ, പഠിച്ചോനെ അയച്ചു തരണേ എന്നെങ്ങാനും വേണമെങ്കിൽ ദുആ ചെയ്യാനും വേണ്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ തരത്തിൽ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കെതിരിലും നേട്ടങ്ങൾക്ക് വേണ്ടിയുമുള്ള ദുആ, അങ്ങനെയല്ല ദുആ പഠിപ്പിച്ചത്. അതിന് ആത്മീയത എന്ന് പറയുന്നത് പരലോകവുമായി ബന്ധപ്പെട്ടതാണ്, ഭൗതികതയുമായി ബന്ധപ്പെട്ടതല്ല. അത് ഭൗതിക ഒരു ഘടനയിൽ മനുഷ്യൻ ജീവിക്കുന്നത് കൊണ്ട് അള്ളാഹു അങ്ങനെയൊക്കെ സംവിധാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ദുആ ചെയ്യാത്തവർക്കും കൊടുത്തിരിക്കുകയാണ്. ഈ ദുആ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പൈസ കോടിക്കണക്കിന് രൂപ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ദുആ ചെയ്യാത്ത ആളുകൾക്കാണ് അള്ളാഹു ഇത്രയും രോഗങ്ങൾ മാറ്റിയിരിക്കുന്നു. മനസ്സിലായി? അപ്പം ദുആ എന്ന് പറയുന്നത് അവന്റെ മാനസികാവസ്ഥ, അവന്റെ വിശ്വാസം എന്താണ്, അള്ളാഹുവിൽ അവൻ അർപ്പിക്കുന്നുണ്ടോ, അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുവാൻ തയ്യാറുണ്ടോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ്. ആ ഒരു ഘട്ടത്തിൽ എനിക്ക് വേറെ ആരോടും പറയാനില്ല, അള്ളാഹുവിനോട് മാത്രമേ. അതാണ് ഈ